ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തു നിർത്തിയ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസിന്റെ ബാക്കി പോർഷൻ ആണ് എടുക്കാനായിട്ട് പോകുന്നത്. സോ ഇംപ്ലിക്കേഷൻസ് ഫോർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡ്യൂറിങ് ഈച്ച് സ്റ്റേജ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ 4 നമ്മൾ പറഞ്ഞിരുന്നു. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് പറഞ്ഞു, അതുപോലെ തന്നെ ഗ്രോത്ത്, മെച്യൂരിറ്റി ആൻഡ് ഡിക്ലൈൻ. 4 സ്റ്റേജ് ആണുള്ളത്. അപ്പൊ ഈ 4 സ്റ്റേജിലും എന്തൊക്കെ തരം മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് ഒരു കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കമ്പനി ചെയ്യേണ്ടത്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, മാർക്കറ്റിങ്ങിന് അവർ എന്തൊക്കെ നയങ്ങളാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ്. 3 പോയിന്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് അവയർനെസ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ പ്രൊഡക്റ്റ് അവയർനെസ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പരസ്യം ചെയ്യുക, സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ആ പ്രൊഡക്റ്റിനെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് അതിനെ അവയർ ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മൾ നോക്കേണ്ടത്. പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പൊ കമ്പനിയുടെ കസ്റ്റമേഴ്സ് അല്ല, ബട്ട് ഇൻ ഫ്യൂച്ചർ ദേ ക്യാൻ ബി കസ്റ്റമേഴ്സ് എന്ന് കമ്പനി അസ്യൂം ചെയ്യുന്ന ആൾക്കാരെയാണ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവർ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് അവർക്ക് കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. അവരെ കൂടെ നമുക്ക് വാങ്ങിപ്പിക്കാൻ കഴിയുമെന്ന് കമ്പനി ചിന്തിക്കുന്ന ആൾക്കാരാണ്. എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷനിൽ പറയുന്നത് പ്രൊഡക്റ്റിനെ കുറിച്ച് കൺസ്യൂമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഈ പ്രൊഡക്റ്റിന് ഇന്ന ബെനിഫിറ്റ്സ് ഉണ്ട്, ഇന്ന ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളത് കൺസ്യൂമറിനെ അറിയിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രൈസിങ് സ്ട്രാറ്റജി. പ്രൈസിങ് സ്ട്രാറ്റജി പൊതുവെ പെനട്രേഷൻ പ്രൈസിങ്ങും സ്കിമ്മിങ് പ്രൈസിങ്ങും ആണ് കൊടുക്കാറ്. പെനട്രേഷൻ പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് ആദ്യത്തെ കാലഘട്ടത്തിൽ ലോ പ്രൈസിംഗ് ആയിരിക്കും അവർ വെക്കുന്നുണ്ടാവുക. പിന്നെയാണ് ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് അവർ പ്രൈസ് കൂട്ടും. സ്കിമ്മിങ്ങിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ആദ്യം തന്നെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അവരുടെ കോസ്റ്റ് ആദ്യം തന്നെ മീറ്റ് ചെയ്ത് പോകും. അപ്പോൾ 2 പ്രൈസിങ് സ്ട്രാറ്റജീസ് ആണുള്ളത്, പെനട്രേഷനും സ്കിമ്മിങ്ങും. പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ലോ പ്രൈസ് വെക്കുന്നു, കാലക്രമേണ കൂട്ടുന്നു. സ്കിമ്മിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഹൈ പ്രൈസ് വെക്കുന്നു. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു പോയിന്റും കൂടി ഉണ്ട്. ഇതിനകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിനെ എല്ലാ സ്റ്റോഴ്സിലും ഓൺലൈനിലായിട്ട് നമ്മൾ അവൈലബിൾ ആക്കണം ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോവാണ്, ഗ്രോത്ത് സ്റ്റേജിൽ. ഗ്രോത്ത് സ്റ്റേജിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ബ്രാൻഡ് ലോയാലിറ്റിയിലാണ്. കസ്റ്റമേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ വാങ്ങിക്കണം എന്ന് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബ്രാൻഡ് ലോയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ വേറെ ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് കിട്ടിയാലും അതൊന്നും വാങ്ങാണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നതിനെയാണ് ബ്രാൻഡ് ലോയാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിനെ ബ്രാൻഡ് ലോയൽ ആക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പിന്നെ ചെയ്യേണ്ടത് മാർക്കറ്റിംഗ് എക്സ്പാൻഷൻ ആണ്. മാർക്കറ്റിംഗ് ഒന്നുകൂടെ ഹൈ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. കുറച്ചും കൂടെ അധികം ഓഡിയൻസിനെ, അതായത് ഒരുപാട് പേരിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിൽ പറയുന്നത് കസ്റ്റമേഴ്സ് കൂടുതൽ വാങ്ങാനായിട്ട് റീറ്റെയിലേഴ്സ് ത്രൂ, അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം, അതല്ലെങ്കിൽ വലിയ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ, അങ്ങനെ പല രീതിയിൽ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് ഇത്ര വലുതായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം നമ്മൾ ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ സ്റ്റേജിൽ നമ്മൾ എല്ലായിടത്തേക്കും ഇതിനെ അവൈലബിൾ ആക്കാണ് പ്രൊഡക്റ്റിനെ. ഈ പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെന്റിൽ നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ വിൽക്കുമ്പോൾ എന്തൊക്കെ കുറവുകൾ ഉണ്ട് നമ്മുടെ പ്രൊഡക്റ്റിന് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ആ പ്രൊഡക്റ്റിന്റെ കുറവുകളെയൊക്കെ നമ്മൾ പുതിയ പുതിയ ഫീച്ചേഴ്സ് ആയിട്ട് ആഡ് ഓൺ ചെയ്ത് പ്രൊഡക്റ്റിനെ ഇംപ്രവൈസ് ചെയ്തിട്ട് കോമ്പറ്റീറ്റേഴ്സിനേക്കാളും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ മാർക്കറ്റിലേക്ക് അവൈലബിൾ ആക്കുന്നതാണ് ഗ്രോത്ത് സ്റ്റേജിൽ വരുന്നത്. ആൻഡ് മൂവിങ് ടു മെച്യൂരിറ്റി സ്റ്റേജ്, ഇതിലും 4 പോയിന്റ് ആണ്. ഡിഫറൻസിയേഷൻ ആണ് ഫസ്റ്റ് വൺ. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും യൂണീക്ക് ഫീച്ചേഴ്സ് കൊടുത്തുകൊണ്ട് പ്രൊഡക്റ്റിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സോപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സോപ്പ് നമുക്ക് ബ്യൂട്ടി സോപ്പ് ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ബ്യൂട്ടി സോപ്പിൽ തുടങ്ങി, നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? ബ്യൂട്ടി സോപ്പായി, ജേംസിനെ കിൽ ചെയ്യുന്ന ഹൈജീനിക് ആയിട്ടുള്ള ഒരു സോപ്പായി, അല്ലെങ്കിൽ ബേബി സോപ്പായി, സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യുന്ന സോപ്പായി. ലൈക്ക് ദാറ്റ് സെയിം പ്രൊഡക്റ്റിനെ നമുക്ക് പല കാറ്റഗറിയിലേക്ക് തിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഒരു എന്താ പറയുക സോപ്പിന്റെ ബിസിനസ് ആണ് തുടങ്ങിയതെങ്കിൽ പിന്നെ നമ്മൾ ചെരുപ്പിന്റെ ബിസിനസ് തുടങ്ങുന്നു. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹോട്ടൽ ബിസിനസ്സാണ് തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ കഫറ്റേരിയ വേറെ തുടങ്ങുന്നു. ലൈക്ക് ദാറ്റ് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. പ്രൊമോഷൻസിൽ ഈ മെച്യൂരിറ്റി സ്റ്റേജിൽ നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പ് ഓഫ് നമ്മുടെ ഡിമാൻഡിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കൗണ്ട്സ് കൊടുക്കുക, ലോയാലിറ്റി പ്രോഗ്രാംസ് കൊടുക്കുക,
പ്രൊമോഷൻസ് കൊടുക്കുക, അങ്ങനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നിലനിർത്താനായിട്ടുള്ള കാര്യങ്ങളാണ് മെച്യൂരിറ്റി സ്റ്റേജിൽ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടാനായിട്ട് ചെയ്യുന്നു. തേർഡ് സ്റ്റേജിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട്, നിലനിർത്താനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആൻഡ് മൂവിങ് ടു കോസ്റ്റ് മാനേജ്മെന്റ്, ഇൻ ദിസ് സ്റ്റേജ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കോസ്റ്റ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണം. കോസ്റ്റ് റിഡക്ഷൻ ആണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത്. എക്സ്പെൻസസ് ഒക്കെ കുറച്ച് പ്രൊഡക്ഷനെ നമ്മൾ സ്ട്രീം ലൈനിങ് ചെയ്തതിന് ശേഷം നമ്മൾ കോസ്റ്റിനെ മാനേജ് ചെയ്യണം. കോസ്റ്റിനെ കുറച്ച് കൊണ്ടുവരാനാണ് ഈ സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത്. പ്രീവിയസ് രണ്ട് സ്റ്റേജിൽ നമുക്ക് കോസ്റ്റ് റിഡക്ഷൻ നടക്കില്ല, ബിക്കോസ് നമുക്ക് എക്സ്പെൻസസ് കൂടുതലാണ്. കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതായിട്ട് വരും. അഡ്വർടൈസ്മെന്റിനൊക്കെ ഒരുപാട് പേയ്മെന്റ് വേണ്ടി വരും. സോ ആ സ്റ്റേജിൽ നമുക്ക് കോസ്റ്റ് റിഡക്ഷൻ നടക്കില്ല. പക്ഷെ ഇനിയുള്ള രണ്ട് സ്റ്റേജിൽ നമ്മൾ കോസ്റ്റ് റിഡക്ഷൻ കോൺസെൻട്രേറ്റ് ചെയ്യണം. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ഡിക്ലൈൻ സ്റ്റേജ്. ഡിക്ലൈൻ സ്റ്റേജിൽ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറഞ്ഞ് എന്താ പറയുക, വളരെ കുറഞ്ഞു വരികയാണ്. മെച്യൂരിറ്റിയിൽ ഡിമാൻഡ് ടോപ്പിലെത്തി, ഇനി വളരാനില്ല. ഡിക്ലൈൻ സ്റ്റേജിൽ കുറഞ്ഞു തുടങ്ങുകയാണ് ഡിമാൻഡ്. സോ ഇവിടെ പ്രൊഡക്റ്റ് ഡിസിഷൻസ് നമ്മൾ തീരുമാനിക്കണം, കമ്പനി തീരുമാനിക്കണം, ഇനി നമ്മൾ ഈ പ്രൊഡക്റ്റ് കണ്ടിന്യൂ ചെയ്യണോ, അതല്ലെങ്കിൽ നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റിലേക്ക് മാറണോ, അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കീ ഏരിയയിലേക്ക് മാത്രം ഒതുങ്ങി പോകണോ എന്നുള്ളത് കമ്പനി തീരുമാനിക്കേണ്ട ഒരു ടൈമായി ഡിക്ലൈൻ സ്റ്റേജിൽ. നമ്മൾ സോപ്പിന്റെ ബിസിനസ് ആണെങ്കിൽ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്ത് പലതരം സോപ്പ് ഇറക്കി നമ്മൾ ചിന്തിക്കുകയാണ് വേണ്ട, നമുക്ക് ബേബി സോപ്പിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ബാക്കിയുള്ളതിന്റെ പ്രൊഡക്ഷൻ നിർത്താം. അങ്ങനെ എന്ത് ഡിസിഷൻ ആണ് എടുക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഡിക്ലൈൻ സ്റ്റേജ്. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് ഡിസിഷൻ എടുക്കണം, വെദർ വി വാണ്ട് ടു കണ്ടിന്യൂ ഓർ നോട്ട്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് നമ്മൾ ഒതുങ്ങണോ എന്നുള്ളത് ചിന്തിക്കുന്നു. പിന്നെ കോസ്റ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം. എക്സിറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കണ്ട, അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റിനെ നിർത്തിയിട്ട് എൻറ്റയർലി പുതിയൊരു ലൈൻ തുടങ്ങണോ, വാട്ട് വി ഷുഡ് ഡു എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു സ്റ്റേജാണ് ഡിക്ലൈൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് മൂവിങ് ടു നെക്സ്റ്റ്, ബിൽഡിംഗ് ആൻഡ് മാനേജിങ് ബ്രാൻഡ്സ് ആൻഡ് ബ്രാൻഡ് ഇക്വിറ്റി. എങ്ങനെയാണ് നമ്മൾ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ ഇമ്പോർട്ടൻസ്, നമ്മൾ ഇതിനകത്ത് ബ്രാൻഡിങ് എന്താണ്, ബ്രാൻഡ് മാനേജ്മെൻറ്റ് എന്താണ്, ബ്രാൻഡ് ഇക്വിറ്റി എന്താണെന്നുള്ളതൊക്കെ നമ്മൾ അറിയും. അപ്പോൾ ഇവിടെ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വേൾഡിൽ മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ബ്രാൻഡുകളെ കുറിച്ച് പറയുന്നുണ്ട്. കൊക്കോകോള, ഗൂഗിൾ, വാൾമാർട്ട്, ആമസോൺ, റോൾസ് റോയ്സ്, ഫെറാറി. ഇതൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് പേര് കേട്ടാൽ തന്നെ അറിയുന്ന ബ്രാൻഡുകളാണ്. അപ്പോൾ ഈ പേര് കേട്ടാൽ തന്നെ അറിയുന്ന രീതിയിലേക്ക് അവരെ വളർത്തിയ ഒരു സംഭവമില്ലേ, അതിനെയാണ് എന്ത് പറയുന്നത്, ബ്രാൻഡിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് മോർ എഫിഷ്യൻറ്റ് വേ ടു സെൽ സംതിങ്. അതായത് നമുക്കൊരു സാധനത്തിനെ വിൽക്കണമെങ്കിൽ, ഒരു പ്രൊഡക്റ്റിനെ വിൽക്കണമെങ്കിൽ ഈ പേര് കൊണ്ട് അതിനെ വിൽപ്പിക്കുകയാണ്. അപ്പോൾ ആ പേര് കിട്ടുന്ന ഒരു സംഭവമാണ് എന്ത്, ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത്. ഇനി മൂവിങ് ടു ദ കോൺസെപ്റ്റ്, ബ്രാൻഡ് എന്താന്ന് പറയുന്നുണ്ട്. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമറിന്റെ മൈൻഡിലാണ് ബ്രാൻഡ് വളരുന്നത്. നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ഇമേജ് തരുന്നു, അതാണ് ബ്രാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു പേരാവാം, അതല്ലെങ്കിൽ ഒരു ടേം ആവാം, അല്ലെങ്കിൽ ഒരു സിമ്പൽ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡിസൈൻ ആവാം, ചിലപ്പോൾ ഒരു ലോഗോ ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു കമ്പയർ ടു അതേഴ്സ്, അല്ലെങ്കിൽ അതിന്റെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതല്ലെങ്കിൽ ഒരു പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ഓർമ്മ വരുന്നു, അതാണ് ബ്രാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് യു ആർ തിങ്കിങ് അബൌട്ട് ആപ്പിൾ, വി മേ ബി തിങ്കിങ് ഐഫോൺ, ഓർ ആ ആപ്പിളിന്റെ ആ ഒരു സിമ്പിൾ ആയിരിക്കും. അപ്പോൾ അതാണ് എന്ത്, ബ്രാൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കസ്റ്റമറുടെ ഒരു എക്സ്പെക്റ്റേഷൻ ആണ് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിട്ട് പെർഫോം ചെയ്യും എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ചിന്തിക്കാനായിട്ട് ആ ബ്രാൻഡ് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ എഫിഷ്യൻ്റ്ലി ബ്രാൻഡിങ് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഇനി ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു നെയിമും സിമ്പിളും സൈനും കോമ്പിനേഷൻ ഓഫ് ഓൾ എവറിത്തിങ് ക്യാൻ ബി. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ആപ്പിൾ എന്ന് പറഞ്ഞു, ആപ്പിളിൻ്റെ ഐഫോൺ ഉണ്ട്, ആപ്പിളിൻ്റെ സിമ്പിൾ ഉണ്ട്. അപ്പോൾ ഐഫോൺ എന്ന് പറഞ്ഞത് അവരുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ആ പ്രൊഡക്റ്റ് നമ്മൾ ചിന്തിക്കാം. അതുപോലെ തന്നെ അവരുടെ നെയിം, ആപ്പിൾ ഒരു നെയിമാണ്, സൈൻ ആപ്പിളിൻ്റെ ഒരു സൈൻ. അപ്പോൾ ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞാൽ പേരാവാം, സിമ്പിൾ ആവാം, സൈൻ ആവാം, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിനെയും കോമ്പിനേഷനും കൂടി ആവാം. അപ്പോൾ ഇനി ഈ ബ്രാൻഡ്സിനെ നമുക്ക് 2-3 തരമായിട്ട് തിരിക്കാനായിട്ട് പറ്റും. ഒന്ന് ബ്രാൻഡ് നെയിമാണ്, രണ്ടാമത്തേത് ബ്രാൻഡ് മാർക്കാണ്. ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെറ്റേഴ്സ്, വേർഡ്സ്, നമ്പേഴ്സിലൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് HMT. HMT എന്ന് പറഞ്ഞാൽ എന്താണ്, വാച്ചൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇറ്റ്സ് എ ബ്രാൻഡ് നെയിം. 501 മീൻസ് 501 സോപ്പ്. 501 സോപ്പ് എന്ന് പറഞ്ഞത് ഒരു സോപ്പാണ്, അലക്കണ വാഷിംഗ് സോപ്പാണ്. സോ അവിടെ നമ്പേഴ്സും വന്നു,
വേർഡ്സും വന്നു. ഉഷ ഫാൻസ് അതെന്താണ്, ഒരു ബ്രാൻഡ് നെയിമാണ്. ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ നെയിം ചെയ്യുന്നതാണ് ബ്രാൻഡ് നെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബ്രാൻഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു ഡിസൈൻ ആണ്. ലൈക്ക് എന്താ പറയാ, നമ്മൾ ആ സിമ്പിൾ കാണുമ്പോൾ നമ്മൾ ഇന്ന പ്രൊഡക്റ്റിനെ ഓർക്കുന്ന രീതിയിൽ. ഇപ്പൊ ടൊയോട്ടോ കാറിന്റെ സിമ്പിൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഒരു തീറ്റ ഡിസൈനിൽ ഒരു റൗണ്ട് വരുന്നതാണ് ടൊയോട്ടയുടെ മാർക്ക്. അതുപോലെ തന്നെ ഹുണ്ടായി കാർ എങ്ങനെയാണ്, ഒരു ചെരിഞ്ഞിട്ടുള്ള ഒരു എച്ചിന്റെ സിമ്പിൾ, ലൈക്ക് ദാറ്റ്. അപ്പൊ ബ്രാൻഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് അതർ ദാൻ വേർഡ്സ് ആൻഡ് നമ്പർ, അതാണ് ബ്രാൻഡ് മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതിൽ വരുന്ന അല്ല, പക്ഷെ അതിനോട് സംബന്ധിച്ച ഒരു ടേം ആണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഗൽ ടേം ആണ്. ഒരു ബ്രാൻഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ട്രേഡ് മാർക്കായിട്ട് മാറി, പിന്നെ അത് വേറെ ആരും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് സിമിലർ ടു ബ്രാൻഡ് മാർക്ക് വിച്ച് ഇസ് രജിസ്റ്റേർഡ്. ബ്രാൻഡ് മാർക്ക് ഇസ് ഓൾവേസ് നോട്ട് രജിസ്റ്റേർഡ്, ബട്ട് ഇഫ് ഇറ്റ് ഇസ് രജിസ്റ്റേർഡ് ഇറ്റ് ബിക്കേം ട്രേഡ് മാർക്ക്. അതുപോലെ തന്നെ കോപ്പി റൈറ്റ് ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ബുക്ക് ഇറക്കി, ആ ബുക്കിന്റെ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കും അതിന്റെ കോപ്പി ഇറക്കാനായിട്ട് അനുവാദമില്ല എന്ന് അർത്ഥം. അപ്പോൾ ഇതൊക്കെ എന്താണ്, കളക്റ്റീവ്ലി ഇതെല്ലാം ബ്രാൻഡിങ്ങിൽ വരുന്നതാണ്. ബ്രാൻഡ് നെയിം, ബ്രാൻഡ് മാർക്ക്, ട്രേഡ് മാർക്ക്, കോപ്പി റൈറ്റ്, ഇതൊക്കെ ബ്രാൻഡിങ്ങിൽ വരുന്നതാണ്. ഇനി ബ്രാൻഡിങ് എന്താണ്, നമ്മൾ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു. ഇതുവരെ പറഞ്ഞതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ബ്രാൻഡിങ്ങിൽ എന്താണ് ബ്രാൻഡിങ് എന്നാണ് പറയുന്നത്. അപ്പൊ ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റജി ടു ഡിഫറൻഷിയേറ്റ് പ്രോഡക്ട്സ് ആൻഡ് കമ്പനീസ് ആൻഡ് ടു ബിൽഡ് ഇക്കണോമിക് വാല്യൂ ഫോർ ബോത്ത് ദ കസ്റ്റമേഴ്സ് ആൻഡ് ബ്രാൻഡ് ഓണർ. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞ ഒരു സ്ട്രാറ്റജി ആണ്. ഇറ്റ് ഈസ് ലൈക്ക് സംതിങ് വി ഡിസൈഡ് ടു ഓവർകം ദ കോമ്പറ്റീറ്റേഴ്സ്. ഇപ്പൊ കോമ്പറ്റീറ്റേഴ്സിനെയോ അതല്ലെങ്കിൽ ബാക്കിയുള്ള പ്രൊഡക്ട്സിനെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ പ്രൊഡക്റ്റിനെ വ്യത്യസ്തമാക്കി നിർത്തുന്ന ഒരു സംഭവമാണ് എന്ത്, ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രാൻഡിങ് കൺസ്യൂമേഴ്സിനും അതായത് അത് വാങ്ങുന്നവർക്കും ആ കമ്പനിക്കും ഒരു വാല്യൂ കൊടുക്കുന്നു. ഇപ്പൊ ആപ്പിളിന്റെ ഐഫോൺ കയ്യിലുണ്ടെങ്കിൽ ഇഫ് യു ആർ യൂസിങ് ദാറ്റ് നമുക്കൊരു വാല്യൂ സൊസൈറ്റിയിൽ കിട്ടുന്നു. അതായത് കിട്ടണം എന്നല്ല പറഞ്ഞത്, പക്ഷെ കിട്ടുന്നു എന്നുള്ള ഒരു വിശ്വസ്തതയിലാണ് ആൾക്കാർ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നത് തന്നെ. അപ്പോൾ ആ കമ്പനിക്കും അത് വാല്യൂ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബ്രാൻഡിങ് ഗീവ്സ് വാല്യൂ ഫോർ ഹൂം, കൺസ്യൂമേഴ്സ് as well as the brand owners, and it differentiate the company's product from others too. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ബ്രാൻഡിങ്ങിൽ വരുന്നത്. സോ ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ആഡഡ് വാല്യൂ ആണ്. ആഡഡ് വാല്യൂ വിത്ത് ദാറ്റ് പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിനോട് കൂടെ നമുക്കൊരു എന്ത് ചെയ്യുന്നു, ഒരു വാല്യൂ കൂടെ അഡീഷണലി കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ബ്രാൻഡിങ്. അപ്പൊ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് തരുന്ന വാല്യൂ അതർ ദാൻ ഇറ്റ്സ് പ്രൊഡക്റ്റ് വാല്യൂ, അതായത് അതിന്റെ പ്രൊഡക്റ്റിന്റെ വാല്യൂനൊക്കെ കൂടുതൽ നമുക്ക് അഡീഷണൽ വാല്യൂ തരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ബ്രാൻഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊരു പ്രൊഡക്റ്റിന്റെ പേരാവാം, അത് ചിലപ്പോൾ ആ പേരിനെ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ഐഡന്റിറ്റീനെ നമുക്ക് ഡിസ്റ്റിങ്ക്ട് ചെയ്ത് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. സോ ഇറ്റ് ക്യാൻ ബി എ നെയിം, ഇറ്റ് ക്യാൻ ബി എ സിമ്പിൾ, ഇറ്റ് ക്യാൻ ബി എ സൈൻ, ഓർ ഇറ്റ് ക്യാൻ ബി കോമ്പിനേഷൻ ഓഫ് എവറിഥിങ് വിച്ച് ഗീവ് എ ഡിഫറൻസിയേഷൻ ഓർ ഐഡന്റിഫിക്കേഷൻ ഫ്രം അതർ പ്രോഡക്ട്സ്. അപ്പൊ അതാണ് ബ്രാൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബ്രാൻഡ് മാനേജ്മെന്റ് എന്താണെന്ന് പറയുന്നത്. ബ്രാൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഓവറോൾ ആ ബ്രാൻഡിനെ മാനേജ് ചെയ്യുന്നതിനെയാണ് ബ്രാൻഡ് മാനേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രൊഡക്റ്റിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവും, ആ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിംഗ് ഉണ്ടാവും, അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും, പബ്ലിക് റിലേഷൻ ഉണ്ടാവും. അതായത് ആ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത് മുൻപ് മുതൽ, അതിന്റെ മാർക്കറ്റ് റിസർച്ച് മുതൽ അതിന്റെ കസ്റ്റമർ സെയിൽസ് സർവീസ് വരെയുള്ള കാര്യങ്ങൾ ബ്രാൻഡ് മാനേജ്മെന്റിൽ ഉണ്ടാവും. അപ്പൊ ബ്രാൻഡ് മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനെ എപ്പോഴും പോസിറ്റീവ് റെപ്യൂട്ടേഷനിൽ നിർത്തുകയും കമ്പനിയുടെ സെയിൽസ് കൂട്ടുകയും മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പൊ ബ്രാൻഡിനെ ക്രിയേറ്റ് ചെയ്ത് ബ്രാൻഡിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് ബ്രാൻഡ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് സിംപ്ലി മീൻസ് ക്രിയേറ്റിംഗ് എ ബ്രാൻഡ് ആൻഡ് മാനേജിങ് ദാറ്റ് ബ്രാൻഡ്. ഓക്കെ, സോ അതിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. പ്രൊഡക്റ്റിന്റെ ഡെവലപ്മെന്റ് മുതൽ അതിന്റെ പബ്ലിക് റിലേഷൻ, മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെന്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ബ്രാൻഡ് മാനേജ്മെന്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഒരു കമ്പനീനെ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ ഒരു പർട്ടിക്കുലർ ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ബ്രാൻഡ് മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആൻഡ് മൂവിങ് ടു ബ്രാൻഡ് ഇക്വിറ്റി. ബ്രാൻഡ് ഇക്വിറ്റിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1980s അത്രയും മുൻപ് തന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ബ്രാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റ് പോലെ തന്നെയാണ്, പക്ഷെ എന്താണ്, നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് അല്ല, പക്ഷെ ഒരു അസറ്റ് പോലെ തന്നെയാണ്. ഈവൻ ഇറ്റ് ഇസ് മോർ വാല്യൂബിൾ ദാൻ എ ഫിസിക്കൽ അസറ്റ്. ആൻഡ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് which is simply associated with the brand and it gives a value. അപ്പോൾ ബ്രാൻഡിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ത്, ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ബ്രാൻഡിന്
വാല്യൂ കൊടുക്കുന്ന, അതായത് ബ്രാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന ആ വാല്യൂ കൊടുക്കുന്നതിനെയാണ് ബ്രാൻഡ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമറിന്റെ പെർസെപ്ഷൻ ആണ്. ദാറ്റ് ഈസ് ഈ പ്രൊഡക്റ്റിന് ഇത്ര ക്വാളിറ്റി ഉണ്ടായിരിക്കും, അതിനൊരു ഡിസൈറബിലിറ്റി വരികയാണ്. ലൈക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല ഇമേജ് ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് നല്ല എന്താ പറയുക, ആൾക്കാരെന്നെ റെസ്പെക്ട് ചെയ്യും, അതല്ലെങ്കിൽ ആൾക്കാരിൽ നിന്ന് എനിക്കൊരു വ്യത്യസ്തത ഈ പ്രൊഡക്റ്റ് കൊണ്ടുതരും എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്, ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രാൻഡ് ഇക്വിറ്റി സിംപ്ലി ഒരു കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യത്തിന്റെ കോമ്പിനേഷൻ ആണ്. അത് ആ ബ്രാൻഡിന്റെ വാല്യൂ ആണ്, കസ്റ്റമറിന്റെ പെർസെപ്ഷൻ ആണ്. ദാറ്റ് ഈസ് ഈ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ഇത്, കസ്റ്റമർ അത് വാങ്ങാൻ കാണിക്കുന്ന ഡിസൈറബിലിറ്റി ആണ്. ലൈക്ക് ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് കോമ്പിനേഷൻ ചെയ്യുന്നതാണ് ബ്രാൻഡ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബ്രാൻഡ് ഇക്വിറ്റിയിൽ ആ ബ്രാൻഡിന്റെ റെക്കഗ്നൈസേഷൻ ഉണ്ടായിരിക്കും, കസ്റ്റമറുടെ ലോയാലിറ്റി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. ഇത്ര കാര്യങ്ങൾ ചേരുമ്പോഴാണ് എന്ത് വരുന്നത്, ഒരു ബ്രാൻഡ് ഇക്വിറ്റി വരുന്നത്. അപ്പൊ ബ്രാൻഡിനെ ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യണം, കസ്റ്റമർക്ക് ആ പ്രൊഡക്റ്റിനോട് ഒരു ലോയാലിറ്റി, ആ ബ്രാൻഡിനോട് ഒരു ലോയാലിറ്റി ഉണ്ടാവണം. ലോയാലിറ്റി മീൻസ് എത്ര അധികം സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്തോരം കോമ്പറ്റീറ്റീവ് പ്രോഡക്ട്സ് ഉണ്ടെങ്കിലും, ഇഫ് യു ആർ ബൈങ് ദാറ്റ് പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓൺലി ഓർ ഫ്രം ദ പർട്ടിക്കുലർ ബ്രാൻഡ് ഓൺലി, then it is known as കസ്റ്റമർ ലോയാലിറ്റി. അപ്പൊ കസ്റ്റമർ ലോയാലിറ്റിയും വേണം, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും വേണം. കസ്റ്റമർ ആ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അവർക്ക് അതിൽ സാറ്റിസ്ഫാക്ഷനും ഉണ്ടായിരിക്കണം. അപ്പൊ ബ്രാൻഡ് ഇക്വിറ്റിയിൽ ഇത്ര കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. And you go through the portion, and if you have any doubt, let me know that. Okay, and one thing or more, that is you should write that lecture note for the session. Okay, thank you.